السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقضِ حاجاتنا يا قاضي الحاجات. اللهم اقضِ حاجاتنا يا قاضي الحاجات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പരിശുദ്ധമായ റജബ് മാസത്തിലെ 12ാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇത്രയും ദിവസം നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല രാത്രികളും നല്ല നല്ല ദിവസങ്ങളും നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഈ ദിവസങ്ങളിലും ഈ സമയങ്ങളിൽ അശ്രദ്ധരാവാതെ ഇബാദത്തിലായി മുഴുകി എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉമ്മമാര് തഹജ്ജുദ് നിസ്കരിച്ച് അതുപോലെ തന്നെ സുബ്ഹി നിസ്കരിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ സമയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം റിസ്ക് സപ്ലൈ ചെയ്യുന്ന സമയമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളും നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖുതുബിൽ ആലം സിയം വലിയുല്ലാഹിൽ മദബൂരി ഖദ്ദസല്ലാഹു സിർറൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തനബിയുടെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മഹാനരായ സിയം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷം നൽകട്ടെ. സർവ്വ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ
റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ അജ്മീർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണമ്പ ബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും അജ്മീർ വലി ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, സുഹൃതങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ, പൈശാചികമായ ശർറുകളെ തൊട്ട് പടച്ച തമ്പുരാൻ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് സെക്യൂരിറ്റി ആയ ഒരു ദിക്റാണ്. ദാരിദ്ര്യം ഉണ്ടാവൂല. ഈ ദിക്ർ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി എല്ലാ ദിവസവും 100 പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ ദാരിദ്ര്യത്തിന് തൊട്ട് സെക്യൂരിറ്റിയാണ്. നമ്മളെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കും ഈ ദിക്ർ. അത്രയും പവറാണ്, അത്രയും പവർഫുള്ളാണ് ഈ ദിക്ർ. എല്ലാവരും ആത്മാർത്ഥ ചൊല്ലിക്കോളി. നമുക്ക് അല്പം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 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 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. കടം വാങ്ങേണ്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ, യാചിക്കേണ്ട അവസ്ഥ, കടം വാങ്ങേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി തലകുനിക്കേണ്ട അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അതിന് ഈ പരിശുദ്ധമായ റജബ് മാസം കാരണമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 2ാമത്തെ 10 മഹാന്മാര് ചെല്ലാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ്. ഈ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. നമ്മളെ ജീവിതം തന്നെ ദിക്റിലാവണം എന്നുള്ളതാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാനെ ഓർക്കലാണ്. ദിക്ർ കൊണ്ട് അതാണ് നമ്മൾ ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അള്ളാനെ ഓർക്കുക.
നമ്മൾ ദിക്റൊക്കെ ചൊല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ അല്ലാ 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 എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ദുനിയാവിലെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങൾ തന്നെ ആവൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ എല്ലാവരും ചൊല്ലിക്കോളും സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ ദിക്ർ രണ്ടാമത്തെ പത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ അമലുകൾ, പ്രാർത്ഥനകൾ നീ തള്ളപ്പെടരുത് റബ്ബേ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ, പാപികളായ, ദോഷികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ദിക്ർ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ച ദിക്റാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ആര് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജ്ലിസിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും 70 പ്രാവശ്യം ചൊല്ലണം. മറക്കരുത്. ഈ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും 70 പ്രാവശ്യം ചൊല്ലണം. എന്നാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും, പട്ടിണി അടക്കേണ്ടി വരില്ല എന്നൊക്കെ വ്യക്തമായിട്ട് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക് അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി
بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك ചെല്ലാൻ കിട്ടാത്ത ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയാ പ്രാർത്ഥന കഴിയുമ്പോൾ ട്ടോ. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയാം. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك പടച്ചവനെ ഞങ്ങൾ ഈ ചൊല്ലിയ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കടത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കടം വാങ്ങി ജീവിക്കേണ്ട, ഭക്ഷണം വാങ്ങേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ. ഞങ്ങൾ വാങ്ങിയ കടത്തിന്റെ പേരിൽ ഞങ്ങളെ കുടുംബക്കാര് മക്കള് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. കടത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ കടം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. കാക്കണേ അല്ലാ, സംരക്ഷണം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി റജബിൽ പ്രാർത്ഥിക്കണ്ട ആ പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ وبلغنا رمضان. اللهم بارك لنا في رجب وشعبان 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 وبلغنا رمضان. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ഞങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ബറക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ കച്ചവടത്തിൽ, കുടുംബത്തിൽ, മക്കളിലെ ജോലിയിൽ, ശരീരത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി ലാ ഹൗല ചെല്ലാം. ലാ ഹൗല എന്നും ചെല്ലണം. ദാരിദ്ര്യ രോഗം കാക്കണേ മരണം വരെ. മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ ഭയക്കേണ്ടത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂല് കാവല് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അപകടമാണ്. പല ചിന്തകളും വന്നുകൂടാൻ സാധ്യതയുണ്ട്. ആ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു ദിക്റാണ് ലാ ഹൗല. അത് സ്വർഗ്ഗത്തിലെ നിധിയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാം ഒരു 100 പ്രാവശ്യമെങ്കിലും ലാ ഹൗല ചൊല്ലണം. لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوة إلا بالله العلي
العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണം റഹ്മാനെ. 99ഓളം രോഗങ്ങൾക്ക് ലാ ഹൗല മരുന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ, മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മളിനി അഫ്ളൽ ദിക്ർ ചെല്ലാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥയോടെ ചെല്ലണം. എന്നും ചെല്ലേണ്ടതാണ് ഈ അഫ്ളൽ ദിക്ർ കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയത് അഫ്ളൽ ദിക്റാണ്. ഈമാൻ നന്നാക്കി തരണേ അല്ലാ, വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, വിശ്വാസം നന്നാക്കി തരണേ അല്ലാ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ, ഇബ്ലീസിന്റെ കണിവലകളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ്, സ്വലാത്തിന്റെ ദിവസം. അല്പം സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സലാത്തിന്റെ ഒരു സലാത്തിന്റെ 10 ഹസനത്താണ്. അപ്പൊ എത്ര കൂലി നമുക്ക് കിട്ടിയില്ലേ പടച്ചോനെ. അല്ലാ സലാത്ത് ഞങ്ങൾക്ക് ധാരാളം ചൊല്ലാൻ മനസ്സ് നൽകണേ. ഈ ഫാത്തിമിയ സലാത്ത് അല്പം ചൊല്ലാം.
اللهم صل على النور واهلي 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 اللهم صل على النور واهلി اللهم صل على النൂർ വാഹിലി. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലിയിട്ടുണ്ട്. ഫാത്തിമ ബീവിയെ സ്വർഗ്ഗത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഫാത്തിമ ബീവിയെ സ്വർഗ്ഗത്തിൽ കാണാൻ, മുത്തുനബിയുടെ വിവാഹം സ്വർഗ്ഗത്തിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. മുത്തുനബിയുടെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവ്വ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബ് ഇസ്തിഗ്ഫാർ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. എല്ലാവരും ഹംദ് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നെഞ്ഞത്ത് കൈ വെച്ച് പറയും അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ് അൽഫ മറ, അൽഹംദുലില്ലാഹ് അൽഫ മറ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹു ഭാഗ്യം തന്നു. അതുപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ 10 മുഴുവനും നമ്മൾക്ക് ആയുസ് തന്നു. അൽഹംദുലില്ലാഹ്. ഇനിയും ഒരുപാട് റജബുകളെ വരവേൽക്കാൻ അല്ലാഹു നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം ദ്വാരത്തിൽ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റഹ്മുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിലെ പോരായ്മകൾ നീ പരിഹരിക്കണേ റഹ്മാനെ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിൽ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിന്റെ മിസ്ൽ സവാബിനെ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. അലിവേദന, ഊരവേദന, കണ്ണുവേദന, തലവേദന, ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ട് റബ്ബേ. ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്, ക്യാൻസർ ഉള്ള ആളുകളുണ്ട് റബ്ബേ. ത്വക്ക് സംബന്ധമായ അസുഖമുള്ള ആളുകൾ, ഇങ്ങനെ പല അസുഖമുള്ള ആളുകളാണ്. ശിഫ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. വീടിന്റെ ദോഷങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കണേ റഹ്മാനെ. ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. പരീക്ഷ എഴുതിയ മക്കൾ
മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ, ഉന്നത വിജയം നൽകണേ അല്ലാ, ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ, നല്ല സ്വഭാവം കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം അല്ലാഹുവേ നന്നാക്കി കൊടുക്കണേ. ഭാര്യ ഭർത്താക്കന്മാർ എത്രയോ ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞ് വിളിച്ച ഭാര്യമാരുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുടെ ദുസ്വഭാവം പറഞ്ഞ് വിളിച്ച ഭർത്താക്കന്മാരുണ്ട്. എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ, ഐക്യം കൊടുക്കണേ റഹ്മാനെ, സൽസ്വഭാവം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളെ ഉമ്മമാരുണ്ട്, അതുപോലെ ഞങ്ങളെ ഭാര്യ മക്കള്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, അവരെ കുടുംബക്കാര്, ജ്യേഷ്ഠത്തിമാര്, ഞങ്ങളെ അയൽവാസികൾ, ഭക്ഷണം തന്ന ആളുകൾ, സ്നേഹിച്ചവര്, സഹായിച്ചവര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണം. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. ഹജ്ജും പ്രതിയാലെ തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ, സഹായം നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹൗലുൽ കൗസർ നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും മരണപ്പെട്ടുപോർക്കും സ്വർഗം നൽകണേ അല്ലാ, പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ, സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ബാലോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ, ഭാഗ്യം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാം, എല്ലാം നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലാ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.